السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأولادنا ولمن منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعلماء العاملين المصنفين المحدثين المفسرين والعلماء والفقهاء والأئمة كلهم أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال أهل النار. ആമീൻ വറഹ്മത്തുക യാ റഹ്മാൻ. റഹ്മാൻ റഹീം യാ റബ്ബ്. പരിശുദ്ധമായ പരിഭാവനമായ ഈ റമദാൻ മാസത്തിന്റെ ഹഖ്മിലാ ബർക്കത്തുകൊണ്ട് റമദാൻ 17 ബദരീങ്ങളുടെ ഷറഫ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹോദരി സഹോദരങ്ങൾ, കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ ശിഷ്യഗണങ്ങൾ, അവർക്കും അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കട്ടെ. അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം ഖൈറാവുന്ന കാലത്തോളം അവന്റെ ഹിദായത്തിലും അവന്റെ താഴത്തിലും ദീനി ഹിദമത്തിലുമായി ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കി പൂർണ്ണാരോഗ്യവും സിഹത്തും അല്ലാഹുവിനെ ആരാധന ചെയ്യാനുള്ള കഴിവും തൗഫീഖും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അതുപോലത്തെ ആളുകൾ, ഉസ്താദന്മാർ, അവർക്കെല്ലാം അവരുടെ പരലോക ജീവിതം അല്ലാഹു സുഖകരമായി കൊടുക്കട്ടെ. അവരെയും നമ്മെ അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുകയും എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു ഇല്ലാതെയാക്കി. പ്രത്യേകിച്ചും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗൾഫ് യുദ്ധം, ആ യുദ്ധത്തിന് അല്ലാഹു തആല അറുതി വരുത്തി മഴീഷത്തിന് വേണ്ടി ഗൾഫ് നാട്ടിലേക്ക് വിദേശികളായി പോയ നമ്മുടെ സഹോദരന്മാർ, അതുപോലെ മക്കൾ, അവർക്കെല്ലാം അല്ലാഹു തആല സമാധാനവും സംരക്ഷണവും, അവരുടെ ജോലിയിൽ അല്ലാഹു അവർക്ക് ബർക്കത്തും, അവരുടെ കാര്യങ്ങളൊക്കെ സന്തോഷകരമായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കട്ടെ. യുദ്ധങ്ങളും അക്രമവും അനീതിയും ഒക്കെ അല്ലാഹു തആല ഇല്ലാതെയാക്കി ലോകത്തും നാട്ടിലും അല്ലാഹു തആല ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മാൻ റഹീം. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, ഇന്ന് റമദാൻ 17 നമുക്കെല്ലാവർക്കും അറിയാം. ലോക ചരിത്രത്തിൽ തന്നെ തങ്കലിപികളാൽ രേഖപ്പെട്ട് കിടക്കുന്ന മഹത്തായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ദിവസമാണ് ഇന്ന്. അഥവാ ബദർ യുദ്ധം നടന്ന ഹിജറയുടെ 2ാമത്തെ വർഷം ബദർ യുദ്ധം നടന്ന ദിവസമാണ് ഇന്ന്. വഹിയൽ ബത്ശത്തുൽ കുബ്ര അല്ലത്തി അഅസ്സല്ലാഹു ബിഹൽ ഇസ്ലാമ. അത് ഏറ്റവും വലിയ ഒരു ഘോര യുദ്ധമായിരുന്നു, വലിയ ഒരു സംഭവം, വലിയ ഒരു യുദ്ധവുമായിരുന്നത്. ആ യുദ്ധം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് ഇസ്സത്ത് നൽകിയത്, ഇസ്ലാമിന് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള പ്രതാപവും ശക്തിയും നൽകിയത്. ആ യുദ്ധം കാരണമാണ് പിൽക്കാലത്ത് ഇസ്ലാം ഇവിടെ നിലനിന്നത്. ആ യുദ്ധം കാരണമാണ് അള്ളാഹുവിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഭാഗം ഈ ലോകത്തുണ്ടായത്. ആ യുദ്ധം കാരണമാണ് നമുക്കൊക്കെ മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ സാധിച്ചത്. ആ യുദ്ധം കാരണമാണ് നമുക്ക് ഹിദായത്ത് ലഭിച്ചത്. ആ യുദ്ധം കാരണമായിട്ട് തന്നെയാണ് നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയത്. ഇതൊക്കെ ആ യുദ്ധം കാരണമായിട്ടാണ്. അല്ലാഹു റസൂല് പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ, ഇന്ദുഹുലിക്കൽ സാബത്ത്, പടച്ചവനെ ഈ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭൂലോകത്ത് നിനക്ക് ആരാധിക്കപ്പെടാൻ ആരും ഇനി ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു റസൂൽ തന്റെ പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് പറഞ്ഞതുപോലെ
ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ തന്നെ ആധാരമായ യുദ്ധമാണ് ആ യുദ്ധം. എന്നാൽ ആ യുദ്ധം മുസ്ലിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. യുദ്ധത്തിലേക്ക് അവർ എടുത്തു ചാടിയതും അല്ല. അക്രമത്തിന് അവർ മുതിർന്നതും അല്ല. ആ യുദ്ധത്തിലേക്ക് അവരെ വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. നിർബന്ധിത ഘട്ടത്തിലാണ് ആ യുദ്ധത്തിലേക്ക് അവർ വന്നു വീണത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അതിനുശേഷം 13 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മക്കയിൽ ജീവിച്ചു. ഈ 13 കൊല്ലത്തിനിടയിൽ മുസ്ലിങ്ങളായി അല്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തെ കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ മാത്രം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും അവർ വിധേയരായി. ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് യാസിർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കപ്പെട്ടു. അവരുടെ ഉമ്മയാകുന്ന സുമയ്യ റളിയല്ലാഹു അൻഹയുടെ കഴുത്ത് വെട്ടി. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നഗ്നനാക്കിക്കൊണ്ട് പൂർണ്ണനഗ്നായിക്കൊണ്ട് ചുട്ടുകൊള്ളുന്ന മണലിലൂടെ വലിച്ചു. അദ്ദേഹത്തിന്റെ നെഞ്ഞത്ത് പാറക്കല്ലുകൾ കയറ്റി വെച്ചു. അതിന്റെ മുകളിൽ കയറി നൃത്തമാടി. ബഹുമാനപ്പെട്ട ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പിടിച്ച് ഇരുമ്പ് ചൂടാക്കിയിട്ട് ആ ഇരുമ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ പുറത്തൂടെ വരച്ചു. അദ്ദേഹത്തിന്റെ പുറത്തുകൂടെ വരകൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പുറത്തിങ്ങനെ തടവിക്കൊണ്ട് ചോദിച്ചു, ഹബ്ബാബെ, ഇത് ഒരു മനുഷ്യന്റെ പുറമാണോ അല്ല ഉഴുതുമറിച്ച നിലമാണോ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി. അത്രത്തോളം കഠോരമായ പല മർദ്ദനങ്ങളും അല്ലാഹുവിന്റെ റസൂലിനടക്കം അവർ ചെയ്തപ്പോഴൊന്നും അതിനെ പ്രതികരിക്കാനോ മറുപടി കൊടുക്കാനോ ഒന്നും മുസ്ലിങ്ങൾ തയ്യാറായിട്ടില്ല. എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ നാടും വീടും സ്വത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഉടുത്ത അതേ വസ്ത്രവുമായി അവർ മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനയിലെത്തിയതിന്റെ ശേഷവും അവരെ സ്വൈരമായി ജീവിക്കാൻ ഈ ശത്രുക്കൾ അനുവദിച്ചില്ല. ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിങ്ങൾക്കെതിരെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മക്കയിൽ നിന്നും വലിയൊരു സംഘം അബൂ സുഫിയാൻ ബിൻ ഹർബിന്റെ നേതൃത്വത്തിൽ, അന്ന് അദ്ദേഹം മുസ്ലിമല്ല, റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുന്നുണ്ടെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ ആ കച്ചവട സംഘത്തെ മദീനയിൽ വെച്ച് വഴിയിൽ വെച്ച് തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പുറപ്പെട്ടു. എന്തിനായിരുന്നു അവരെ തടയുന്നത്? 2 കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ കാരണം, പ്രധാനപ്പെട്ട കാരണം, മുസ്ലിങ്ങൾ മക്കയിൽ അവർക്കുണ്ടായിരുന്ന സർവ്വധനങ്ങളും ഉപേക്ഷിച്ചാണ്, വീടും ഉപേക്ഷിച്ചാണ് അവർ മദീനയിലേക്ക് പോകുന്നത്. അവരുടെ ധനങ്ങളെല്ലാം ഈ ശത്രുക്കൾ, ഈ കാഫിര്യങ്ങൾ കൈവശപ്പെടുത്തി. ആ ധനവുമായിട്ടായിരുന്നു അവർ കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ടിരുന്നത്. അപ്പം മുസ്ലിങ്ങളുടെ ധനം തന്നെയാണത്. ആ ധനം വീണ്ടെടുക്കാനും തിരിച്ചു പിടിക്കാനുമാണ് അല്ലാഹു റസൂൽ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം, ആ കച്ചവടത്തിന് പോകുന്ന സംഘം കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭങ്ങൾ മുഴുവനും ആയുധങ്ങൾ വാങ്ങാനും ആ ആയുധങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. ഇത് രണ്ടും അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തടയാൻ വേണ്ടി അല്ലാഹു റസൂലും സഹാബത്തും പുറപ്പെട്ടു. പക്ഷെ അവരെത്തുന്നതിന്റെ മുമ്പ് തന്നെ ഈ കച്ചവട സംഘം മദീനയുടെ അതിർത്തി വിട്ട് അപ്പുറത്തേക്ക് കടന്നിരുന്നു. അവരെ കാണാനോ പിടികൂടാനോ സാധിച്ചില്ല. അങ്ങനെ അവർ മടങ്ങിപ്പോന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് ആ കച്ചവട സംഘം വീണ്ടും തിരിച്ചു വരുന്നുണ്ടെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയപ്പോൾ തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് അവരെ തടയാൻ വേണ്ടി അല്ലാഹു റസൂലും സഹാബത്തും പുറപ്പെട്ടു. അങ്ങനെ അവർ പുറപ്പെട്ട വിവരം കച്ചവട സംഘത്തിന്റെ നേതാവായ അബൂ സുഫിയാൻ അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരാളെ മക്കയിലേക്ക് വിടുകയും ലംലം എന്ന് പറയുന്ന ഒരാളെ മക്കയിലേക്ക് വിടുകയും മക്കയിൽ ചെന്ന് വിളിച്ചു പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതാ മുഹമ്മദും അനുയായികളും നമ്മുടെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു, എല്ലാവരും അവർ പ്രതിരോധിക്കാനും തടയാനും സന്നദ്ധനാവുക എന്ന് വിളിച്ചു പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ലംലം മക്കയിൽ പോയിട്ട് വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞ് ആ അക്രമത്തിന് വിധേയനായനെ പോലെ അഭിനയിച്ച് അവിടെ ചെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന സർവായുധനായ ശക്തന്മാരും മല്ലന്മാരുമായ യോദ്ധാക്കൾ ഒരുങ്ങി പുറപ്പെടുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും വകവരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടും നേരിടാൻ ഉദ്ദേശിച്ചുകൊണ്ടും അവിടെ നിന്ന് മക്കയിൽ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട വിവരം പറഞ്ഞ അബൂ സുഫിയാൻ മദീനയിലൂടെ വരാതെ കടൽ തീരത്തിലൂടെ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയുണ്ടായി.
രക്ഷപ്പെട്ട ശേഷം അബൂ സുഫിയാൻ മക്കയിൽ നിന്നും പുറപ്പെട്ട ആ യോദ്ധാക്കളോട്, സമരവീരന്മാരോട് പറഞ്ഞു, ഇനി നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ കച്ചവട സംഘം രക്ഷപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇനി തിരിച്ചു പോകാം, നമുക്ക് മക്കയിലേക്ക് സന്തോഷത്തോടെ മടങ്ങാം എന്ന് അബൂ സുഫിയാൻ പറഞ്ഞെങ്കിലും അത് അബൂജഹൽ ചെവി കൊണ്ടില്ല. അവൻ പറഞ്ഞു, മദീനയിൽ പോയി മുസ്ലിങ്ങളെ അസലോടുകൂടെ, വേരോടുകൂടെ വിശേഷം നശിപ്പിച്ചിട്ടല്ലാതെ ഇനി മടക്കമില്ല എന്നവൻ ശപഥം ചെയ്യുകയാണ് ചെയ്തത്. കൂട്ടത്തിലുണ്ടായിരുന്ന റബിയത്തിനെ പോലത്തെ നേതാക്കളും പല നിലക്കും അവനോട് നിരന്തരം പിന്മാറാൻ വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും അവന്റെ ഒരൊറ്റ ദുർവാശിയുടെ മുന്നിലാണ് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി അവർ പുറപ്പെട്ടു. അവർ വരുന്നുണ്ടെന്ന വിവരം പറഞ്ഞപ്പോൾ സർദാസങ്ങൾ സഹാബത്തിനെ വിളിച്ച് കൂടിയാലോചന നടത്തി. നമ്മൾ എന്ത് വേണം എന്ന കാര്യത്തിൽ കൂടിയാലോചന നടത്തി. ആ കൂടിയാലോചന വളരെ നീണ്ടുപോയി. അവസാനം തീരുമാനിച്ചത് യുദ്ധത്തിന് തന്നെ പുറപ്പെടാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയുമാണ് ചെയ്തത്. അത് റമദാൻ 17 നോമ്പോടുകൂടിയാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് അതിന് ഇറങ്ങി തിരിച്ചത്. ആ കൊല്ലമാണ് ആദ്യമായിട്ട് നോമ്പിനെ ഫറദാക്കപ്പെട്ടത്. അപ്പൊ ജീവിതത്തിൽ ആദ്യമായി നോമ്പ് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നമുക്കറിയാം. ആദ്യമായിട്ട് നോമ്പ് നോറ്റ ആ നോമ്പോട് കൂടിയാണ് അവർ യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. മാത്രമല്ല, ഇന്നത്തെ പോലെ നാം നോമ്പ് തുറക്കുമ്പോൾ സമൂസയും അതുപോലത്തെ വസ്തുക്കളെല്ലാം തിന്നുകൊണ്ട് വയറ് നിറച്ച് ഏമ്പക്കം വിടുന്ന ഒരു സമ്പ്രദായം അവർക്കില്ല. അവർ ദരിദ്രരായ അവർക്ക് ഇത്രയും കാരക്കയും വെള്ളവും കുടിച്ചാണ് അവർ നോമ്പ് തുറക്കുകയും അതുപോലെ അത്താഴത്തിനും വളരെ ചുരുങ്ങിയ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് വിശപ്പടക്കാൻ വേണ്ടതുപോലെ കഴിവില്ലാത്ത അവരാണ്. അത്തരം ആളുകളാണ് വളരെ വിഷം തൊട്ടിയ വയറുമായിട്ട് ആ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ആ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയും ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിജയം അവർക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു എന്നതാണ് ബദർ. ഈ ബദർ യുദ്ധം നമുക്ക് പല സന്ദേശങ്ങളും നൽകുന്നുണ്ട്, പല പാഠങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. ഈ ബദർ യുദ്ധം ഇത്രയും വലിയ ഒരു മഹാസംഭവം എല്ലാം ഇല്ലാതെയായിട്ടും ആയുധങ്ങളോ സജ്ജീകരണങ്ങളോ ശക്തികളോ വിശന്നത് ഭക്ഷണം കഴിക്കാൻ പോലുമോ ഇല്ലാത്ത അത്രയും പ്രയാസപ്പെട്ട ആ പാവങ്ങളായ സഹാബത്ത് ഈമാൻ എന്ന ആയുധത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ടിറങ്ങി അവർ യുദ്ധം നയിച്ച് വിജയം വരിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വമാണ് നൽകിയത്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ശുഹദാഇന്റെ പ്രതിഫലം അല്ലാഹു തആല കൊടുത്തു. ഷഹീദായവർ 14 പേർ മാത്രമാണെങ്കിലും എല്ലാവർക്കും ശുഹദാഇന്റെ ശ്രേഷ്ഠതയും മഹത്വം അല്ലാഹു നൽകി. ഷഹീദായവർക്ക് കൂടുതൽ സ്ഥാനവും അല്ലാഹു തആല അവർക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഏറ്റവും ശ്രേഷ്ഠർ ഈ ബദരീങ്ങളെ അല്ലാഹു തആല ആക്കുകയും ചെയ്തു. ഇതൊക്കെ അവർക്കുള്ള മഹത്വമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേര് പറയുക, അവരുടെ പേര് നേർച്ചയാക്കുക, അവരുടെ മേൽ ദാനധർമ്മങ്ങൾ ചെയ്യുക, അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുക, ഇതെല്ലാം വളരെയധികം നേട്ടങ്ങളും പുണ്യങ്ങളും ലഭിക്കുന്ന പണ്ടുകാലം മുതലേ മുസ്ലിം സമൂഹം ആചരിച്ചു വരുന്ന ആചാരങ്ങളാണ്, സത്പ്രവർത്തനങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ്. അതിൽ നമ്മളും ഭാഗവക്കാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ബദർ യുദ്ധം മുസ്ലിം സമൂഹമായി നമുക്ക് പല പാഠങ്ങളും നൽകുന്നുണ്ട്. ആ പാഠങ്ങളിൽപ്പെട്ട ചിലത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിവരിക്കാം. ഒന്ന്, ധനവും ആൾനാശവും വരുത്തിയവരെ പ്രതിരോധിക്കണം. ധനവും ആൾനാശവും വരുത്തിയവർ ആരാണെങ്കിലും അവരെ പ്രതിരോധിക്കണം. ധനം നമ്മുടേത് ആരുടെ കയ്യിലെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അതിനായി നാം ഒരുങ്ങി പുറപ്പെടുകയും വേണം. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തെ പാഠം, അക്രമവും അനീതിയും ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ്. ഫിത്നയാണല്ലോ കൊലപാതകത്തെക്കാളും കഠിനമായത് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് അക്രമവും അനീതിയും ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല. അതിനെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുക തന്നെ വേണം എന്നാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, കൂടിയാലോചന ഏത് കാര്യത്തിലും ആവശ്യമാണ്. തങ്ങൾ പെട്ടെന്ന് യുദ്ധത്തിന് ഇറങ്ങുകയോ അല്ലെങ്കിൽ യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടി സഹാബത്തിനോട് ആവശ്യപ്പെടുകയോ ചെയ്യുകയോ അല്ല ചെയ്തത്. മറിച്ച് സഹാബത്തിനെ വിളിച്ച് കൂടിയാലോചന നടത്തി കാര്യങ്ങളൊക്കെ അവസാനം തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത്. അപ്പൊ ഏതേത് കാര്യമാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും അള്ളാഹിന്റെ സ്വന്തക്കാരനാണെങ്കിൽ പോലും കൂടിയാലോചന ഏത് കാര്യത്തിലും വേണമെന്ന് പഠിപ്പിക്കുന്നു. ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കൂടുതൽ വിശദീകരിക്കാൻ കഴിയും. നാലാമത്തെ കാര്യം, ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും വലുത് അവന്റെ ഈമാനാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും വലുത് അവന്റെ ഈമാനാണ്. ആ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗത്തിനും അവൻ തയ്യാറാവണം എന്നതും ഇതിൽ അടങ്ങിയിട്ടുള്ള പാഠമാണ്. അതുകൊണ്ടാണല്ലോ ആ യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ വെച്ച് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ പോലും കൊല്ലുകയുണ്ടായി. നമുക്കറിയാമല്ലോ, ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അഞ്ചാമത്തെ സന്ദേശം, ആയുധം കൊണ്ടോ മറ്റോ ആർക്കും എവിടെയും വിജയിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നതാണ് മറ്റൊരു സന്ദേശം.